ഇറാൻ അമേരിക്ക ചർച്ച പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ പുരോഗമിക്കുകയാണ്. 47 വർഷത്തിന് ശേഷമാണ് ഇരു രാജ്യങ്ങളും ഒരു മേശയ്ക്ക് ചുറ്റുമിരിക്കുന്നത്. ഒരു ദിവസം കൂടി ചർച്ച തുടർന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം ചർച്ചകൾക്കിടയിലും പ്രകോപനമുണ്ടാക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുമായി ട്രംപ് രംഗത്തെത്തി. ഇറാൻ തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ട്രംപിന്റെ പോസ്റ്റ്. ഫൈസൽ ഹംസയുണ്ട്. ഫൈസൽ ഹംസ, ലോകം വളരെ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നതാണ് ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ച. ചർച്ചയ്ക്കിടയിലും ട്രംപ് തലമ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. വീണ്ടും സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇറാനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലിടുന്നു. ഒരു ദിവസം കൂടി ചർച്ചകൾ ബാക്കി നിൽക്കെ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഫൈസൽ ഹംസ. ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകം വലിയ പ്രതീക്ഷയോടുകൂടെയാണ് ഈ ചർച്ച കാണുന്നത്. അത് പശ്ചിമേഷ്യയെ മാത്രം ബാധിക്കുന്നതല്ല, അവിടുത്തെ സ്ഥിരതയെ മാത്രം ബാധിക്കുന്നതല്ല, ലോകത്തിന്റെ മുഴുവൻ ഊർജ്ജ സുരക്ഷയെ കൂടി ബാധിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ലോകം ഇതിനെ കാണുന്നത്. മാത്രമല്ല, അമേരിക്ക ഈ ചർച്ചയ്ക്ക് അയച്ച പ്രതിനിധി തന്നെ അവരുടെ വൈസ് പ്രസിഡന്റിനെയാണ്. അത്തരത്തിലുള്ള ഒരു ഉന്നതതല സംഘത്തെയാണ് അവർ അയച്ചിട്ടുള്ളത്. നേരത്തെയൊക്കെ സ്റ്റീവ് വിറ്റ്കോഫും ജാരദ് കുഷ്നറും മാത്രമാണ് ഗാസയിലാണെങ്കിലും മറ്റു പ്രശ്നങ്ങളിലുമെല്ലാം ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. JD വാൻസ് തന്നെ ഇറങ്ങുന്നു എന്നുള്ളതാണ് ഈ ചർച്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം അബ്ബാസ് അറാഖ്ചി നേതൃത്വം നൽകുന്ന ഒരു വലിയ സംഘത്തെയാണ് അവരും നിയോഗിച്ചിരിക്കുന്നത്. ഉന്നതതല സംഘം തന്നെ, അതായത് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് തന്നെ തീരുമാനമെടുക്കാൻ കെൽപ്പുള്ള നേതാക്കൾ തന്നെ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഏറ്റവും ഒടുവിലായി വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ചർച്ചയിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അതായത് ചർച്ച ഒരു ദിവസം കൂടി നീണ്ടേക്കും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ ചർച്ചയ്ക്ക് തൊട്ടു മുമ്പ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായി ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ തോറ്റുകൊണ്ടിരിക്കുകയാണ്, അവർ വലിയ തോൽവിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു പ്രസ്താവന വരുന്നു. മാത്രമല്ല, അതോടൊപ്പം തന്നെ ഹോർമോസ് കടലിടുക്കിൽ സൈനിക നടപടി തുടങ്ങിയെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന കൂടി അദ്ദേഹത്തിൻ്റെതായുണ്ട്. അത് ഇറാൻ വിതച്ച മൈനുകൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അമേരിക്കൻ നാവികസേനയുടെ ഒരു കപ്പൽ ഇത്തരം നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു പ്രസ്താവന വരുന്നുണ്ട്. പക്ഷേ ഇറാൻ പൂർണ്ണമായും അത് നിഷേധിക്കുകയാണ്. ഒരു അമേരിക്കൻ കപ്പലിനും ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത്. മാത്രമല്ല, ഒരു കപ്പൽ ഈ സമീപത്തേക്ക് എത്തിയെന്നും അതിനെ തിരിച്ചയച്ചു എന്നുമാണ് ഇറാന്റെ അവകാശവാദം. അപ്പോൾ അതോടൊപ്പം തന്നെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ പറയുന്നത് രാജ്യത്തിന്റെ താല്പര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കും ചർച്ച നടക്കുക എന്നുള്ളതാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം രണ്ടാവശ്യങ്ങളാണ് അവർ പ്രധാനമായും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ വെടിനിർത്തലിന്റെ പ്രാഥമികമായി വെടിനിർത്തൽ അംഗീകരിക്കണമെങ്കിൽ അതൊന്ന് ലബനനിൽ വെടിനിർത്തണം എന്നുള്ളതാണ്. പക്ഷേ അതിന് ഇതുവരെ ഇസ്രായേൽ തയ്യാറായിട്ടില്ല. ഇപ്പോഴും ലബനനിൽ ഇസ്രായേൽ ആക്രമണം നടത്തുകയാണ് എന്നുള്ളത് ഈ ചർച്ചയുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ അത് വിട്ടു നൽകണം എന്നുള്ളതാണ്. ഒപ്പം 10 നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ ഇറാൻ നൽകിയിട്ടുമുണ്ട്. എന്തായാലും ചർച്ച പുരോഗമിക്കുകയാണ്. ശുഭപ്രതീക്ഷയോടുകൂടെ ലോകം കാത്തിരിക്കുകയാണ്. അതിനിടയ്ക്ക് ട്രംപ് മറ്റ് അവിവേകങ്ങളൊന്നും കാണിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഫൈസൽ ഹംസയാണ് വിവരങ്ങൾ നൽകിയത്. ട്രംപ് അലമ്പുണ്ടാക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ച കൊണ്ട് ലോകത്തിന് പ്രയോജനമുണ്ടാകും. പക്ഷേ ട്രംപാണ് അലമ്പുണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാക്കുകൾ വീണ്ടും ഇറാനെ പ്രകോപിപ്പിക്കുന്നതിനുള്ള സ്റ്റേറ്റ്മെന്റാണ്. പ്രകോപനത്തിൽ വീഴാതെ ചർച്ച പൂർത്തിയാക്കി മടങ്ങിയാൽ ലെബനനിലെ വെടിനിർത്തൽ കൂടി ഇസ്രായേൽ അംഗീകരിക്കുകയാണെങ്കിൽ ഹോർമൂസ് കടലെടുക്ക് വഴി കൂടുതൽ കപ്പലുകൾ വരും. ലോകം സമാധാനത്തിലേക്ക് പോകും. അതല്ലെങ്കിൽ കാത്തിരിക്കുന്നത് ഒരു വലിയ ദുരന്തമാണെന്ന് ലോകത്തിനറിയാം. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇസ്ലാമാബാദിലെ ചർച്ചയെ നമ്മൾ നോക്കിക്കാണുന്നത്. കാത്തിരിക്കാം. ട്രംപ് അലമ്പുണ്ടാക്കിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കും.